Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി വെജിറ്റേറിയൻ ആണ്. പനീർ ഗീ റോസ്റ്റ് ആയിരുന്നു ഉണ്ടാക്കാൻ പോകുന്നത്. പനീർ ഗീ റോസ്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്നാ ചെയ്യുന്നത്, ചിക്കൻ ഗീ റോസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മീറ്റിൻ്റെ എല്ലാം ഗീ റോസ്റ്റ് ചെയ്യാറുണ്ട്. വെജിറ്റേറിയനിൽ ആപ്പാടെ നമ്മൾ ഗീ റോസ്റ്റ് എന്ന് കേട്ടേക്കുന്നത് എന്നതാ, ഈ ഒരു മസാല ഗീ റോസ്റ്റ് എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ദോശ ഗീ റോസ്റ്റ് ഒക്കെ ആയിട്ടാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇത് കുറച്ച് കുറവല്ലേ കേട്ടേക്കുന്നത്. അതുകൊണ്ട് എന്നാന്നറിയോ, ഈ നോൺ വെജ് കഴിച്ചുകൊണ്ടിരുന്നേച്ച് പെട്ടെന്ന് വെജിറ്റേറിയനൊക്കെ ആവുന്നവർക്കുണ്ടല്ലോ, ഇതൊക്കെ നല്ല ടേസ്റ്റായിട്ട് തോന്നും. കാര്യം അവർക്ക് ഉള്ളുകൊണ്ട് ചിലപ്പം ഒരു നോൺ വെജ് തിന്നാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ എന്നാന്നോ അവർക്ക് തിന്നാനൊക്കെ അല്ല, സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഹെൽത്ത് കൊണ്ടായിരിക്കാം, എന്തായാലും അവരത് വിട്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവരെയും കൂടെ ഒന്ന് സാറ്റിസ്ഫൈ ആക്കാൻ വേണ്ടി അവർക്ക് എന്നാന്ന് വെച്ചാൽ ഉപ്പ്, എരിവ്, പുളി എല്ലാം ഇറച്ചിയെ കയറുന്ന, അതുപോലെ തന്നെ ഇച്ചിരി ഉപ്പ് എരിവുള്ളതൊക്കെ എന്നതേലുമൊക്കെ തരാൻ പറയുക ഈ വെജിറ്റേറിയൻ ആവുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കണ്ടേ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അറിയണം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാന്നറിയോ, ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് ഇച്ചിരി നെയ്യ്, പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി വറ്റൽ മുളക്, പിന്നെ കുറച്ച് മല്ലി, പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക്, പിന്നെ വേണ്ടിയത് ഇച്ചിരി പെരുംജീരകം, കുറച്ച് ജീരകപ്പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, കുറച്ച് തൈര്, ഇച്ചിരി നാരങ്ങാ നീര്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു 2 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക, കുറച്ച് പുളി, പിന്നെ ഇത് എന്നാന്ന് പറയുക വെള്ള ശർക്കരയാണ്, കുറച്ച് കസൂരി മേത്തി, പിന്നെ വേണ്ടിയ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു പനീർ. ഇതിനകത്ത് എളുപ്പ വഴി പറഞ്ഞുതരാം. ഞാൻ ആദ്യം പറഞ്ഞ വറ്റൽ മുളക്, മല്ലി, കുരുമുളക്, പെരുംജീരകം, ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് വറുത്ത് പൊടിക്കാൻ അറിയാൻ മേല എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം, വറ്റൽ മുളകിൻ്റെ മുളക് പൊടി എടുക്കുക, മല്ലിപ്പൊടി എടുക്കുക, കുരുമുളക് പൊടി എടുക്കുക, പെരുംജീരകം മാത്രം പൊടിച്ചെടുക്കാൻ. പെരുംജീരകത്തിൻ്റെ പൊടി കിട്ടും നമ്മൾ ഈ ബാക്കി ഉള്ളിയൊക്കെ വഴറ്റുകയല്ലേ, ആ നേരത്ത് ഈ പൊടിയൊക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി. അതല്ല ഇപ്പം നമുക്ക് അത് ഒക്കാത്തതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യണം, ഒരു ഇച്ചിരി നെയ്യ് ഒഴിച്ച് അതൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നെയ്യ്, ഒത്തിരി ഒഴിക്കേണ്ട, ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അതൊന്ന് കുതിർന്നു പോകും. ഇതൊരു എണ്ണമയത്തിന് വേണ്ടി മാത്രമാണ്. ഇതിനകത്തോട്ട് നമ്മുടെ എരിവ് അനുസരിച്ച് വറ്റൽ മുളക്, ഇത് കാശ്മീരി അല്ല സാധാ മുളകാന്നു, പിന്നെ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മല്ലി എന്ന് പറയുമ്പോൾ 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂണോളം ഇട്ടേച്ചാൽ മതിയേ. മല്ലി ഒരുപാട് ഇടുക എന്നേൽ അതിൻ്റെ ഒരു കുത്തലുണ്ടാവും, അത് വേണ്ട. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി കുരുമുളക്, അത് 1 ടീസ്പൂൺ ഇട്ടോളൂ. പിന്നെ ഒരു 1/4 പെരുംജീരകം, ടീസ്പൂൺ കണക്കാണ്. ജീരകപ്പൊടി അതിൻ്റെ ഇരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പം ജീരകം ഇടണ്ട, പൊടി ഇടണ്ട. അത് കുറച്ചൊന്ന് മൂത്ത് കഴിഞ്ഞ് നമ്മൾ പൊടിക്കുകയല്ലേ, ആ നേരം ഇച്ചിരി ഒന്ന് ചേർത്ത് വെച്ചാൽ മതി. ഒരു ചെറിയ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അന്നേരം ഒത്തിരി സാധനങ്ങൾ മസാല ഇടാൻ ഒക്കുകയല്ല. അപ്പോൾ ഇങ്ങനെ ഇടാൻ ഒക്കാത്തപ്പോൾ നമ്മൾ പൊടി ചേർക്കുന്നത് നല്ലത്. ഇനിയിപ്പോൾ ഇച്ചിരി പോകുന്ന മസാല പൊടിക്കാനായിട്ട് നമ്മുടെ മിക്സിയിൽ അത്രയും പൊടിഞ്ഞ് വരികയില്ല. അന്നേരം എന്നാ ചെയ്യണം, ഒരു ഇച്ചിരി ഉള്ളിയും കൂടെ ചേർത്തേച്ച് നല്ലോണം അങ്ങോട്ട് പൊടിച്ചേച്ചാൽ മതിയേ. ആ വറ്റൽമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും മല്ലിയുടെയും ഒക്കെ നല്ല എന്താ പറയുക, നെയ്യ് കിടന്നൊന്ന് മൂക്കുമ്പോൾ നല്ലൊരു മണമാണ്. അത് മാത്രമല്ല നമ്മുടെ വറ്റൽമുളകില്ലേ, അത് നല്ലോണം ഒന്ന് ഒരു സൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ഉണ്ടല്ലോ നല്ലോണം ഒന്ന് മൊരിയും, അതാ അതിൻ്റെ പരുവം. ഈ ചൂടോടെ തന്നെ നമുക്ക് കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇടാം. ജീരകപ്പൊടി ഇല്ല അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റാൻ നേരം ഒരു നുള്ളു ജീരകം ഇട്ടാച്ചാലും മതി. ഒരു 1/4 ടീസ്പൂണോളം ജീരകം മതിയേ. നോർത്ത് ഇന്ത്യൻ ഡിഷാണെന്നോ, അന്നേരം ജീരകമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രിയം. പക്ഷെ നമുക്കത് ഒത്തിരി അങ്ങോട്ട് പിടിക്കുകയില്ല, അതുകൊണ്ട് നമ്മളൊരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. അതല്ല ജീരകം ഒരുപാട് ഇഷ്ടമുള്ളവരാന്നേൽ നമുക്ക് ഇടാന്നേ ഉള്ളേ.
എന്നാ നമ്മൾ ഈ കടുകൊക്കെ ഒരുപാട് ഉപയോഗിച്ച് നമ്മൾ അതിലങ്ങ് ശീലമായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഒത്തിരി ജീരകം ഇടുകയില്ല, ഒച്ചിരി ഇടത്തുള്ളൂ. അതല്ല ജീരകം ഇഷ്ടമുള്ളവർക്ക് ആന്തേൽ ഒരിച്ചിരി കൂടുതലിട്ടോ കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇത്രയും പോകുന്ന മസാല ഇതിനകത്തുള്ളൂ. ഇത് അധികം പൊടിയേല എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല മഷി പോലെ വേണം. അപ്പോൾ എന്നാ ചെയ്യണം, ഇച്ചിരി വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞേച്ച് ഒരു സ്പൂണ് ഉള്ളിയും കൂടി ഇട്ടേച്ച് നല്ലോണം അരച്ചാൽ മതി. ഒരു സ്പൂണെന്ന് പറഞ്ഞാൽ അങ്ങ് ഇടുകയെന്ന് വിചാരിക്കല്ലേ. കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് അരയാനായിട്ട് ഒരു ഇച്ചിരി ആ സ്പൂണേലൊന്നും കൊള്ളുന്നില്ല. അന്നേരം അത് അരയാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ നമ്മളൊന്ന് ഇതിനകത്ത് ഒഴിക്കണേ. ഉള്ളി ചേർക്കണം. എന്നാന്നറിയോ, ഇത്ര നേരം ഇതിനിട്ടുള്ള പരിശ്രമമായിരുന്നു. ഞാൻ പറഞ്ഞേ മഷി പോലെ അരയണമെന്നൊക്കെ പറഞ്ഞു. അവസാനം അരച്ചെടുത്തില്ലേ നിങ്ങൾ എന്നെ വഴക്ക് പറയുമല്ലേ എന്ന് പറഞ്ഞാൽ മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ടേ. ഇതിവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് ഗ്രേവി ആക്കാം. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ എന്നാ ചെയ്യണമെന്ന് അറിയാമോ, നമ്മുടെ ഈ പനീറില്ലേ, പനീർ ഇച്ചിരി തൈരിൽ നാരങ്ങാനീര് മഞ്ഞൾപ്പൊടി ഇതൊന്ന് പെരട്ടി കുറച്ച് നേരം വെക്കുവാന്നേൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. അതായത് ആ പനീറയിലെല്ലാം ഒന്ന് പിടിക്കും. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചേച്ച് ഒരു ഷാലോ ഫ്രൈയും കൂടെ ചെയ്തെടുക്കുവാന്നേൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അതല്ല നേരെ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ചെയ്താൽ മതി. ഷാലോ ഫ്രൈ ചെയ്യാതെ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന രീതിയിൽ ചെയ്താൽ മതി. അതേ പാൻ തന്നെ ഉപയോഗിക്കുന്നത്. ഇതിനകത്തോട്ട് കുറച്ച് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഇതൊരിച്ചിരി നല്ലതായിട്ട് വാടണം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പിടുവാന്നേ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇതൊരു നിറച്ച് ഒരു സ്പൂൺ ചേർത്തേച്ചാൽ മതി. കാര്യം പനീറിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ ഒത്തിരി ഒന്നും പിടിക്കുകയല്ല. ഇതൊരു ഇച്ചിരി ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന മസാലയില്ലേ അത് ഇതിനകത്തോട്ട് ചേർക്കണം. തീ കുറച്ചു കേട്ടോ. ഒന്നാമതേ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മസാലയാ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ ടേബിൾ സ്പൂണിന് തൈര്, ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി നാരങ്ങാനീര് മതി. തൈര് ചേർക്കുന്നോണ്ടാ. അതല്ല ഒരു വലിയ സ്പൂൺ ചേർക്കുവാന്നേൽ തൈരിൻ്റെ പുളി നോക്കി വെച്ച് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചേർക്കാനായിട്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ചേർത്തിരിക്കുന്ന തൈര് ശരിക്കും ഇതിനകത്ത് ചേർക്കുമ്പോൾ പിരിഞ്ഞേച്ച് അത് ഈ ഗ്രേവി ആയിട്ട് നല്ലോണം ഒന്ന് ചേരണം. അതായത് ഇങ്ങനെ പിരിഞ്ഞ് കഴിയുമ്പം പാല് പിരിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാധനമല്ലേ അന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പിരിവിരായിട്ട് കിടക്കുവേ, അതെല്ലാം ഈ ഗ്രേവിയിലോട്ട് നല്ലതായിട്ട് ചേർന്ന് നമ്മൾ ആ തൈര് ചേർത്ത കൂട്ട് തന്നെ ആവുകയേ ചെയ്യല്ലേ. ഇത് നല്ലതായിട്ട് അങ്ങ് ആ ഗ്രേവി ആയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ പനീർ ഇതിനകത്തോട്ട് ഇടണേ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ഇച്ചിരി പുളിയും ആദ്യം ഒരു ഇച്ചിരി ശർക്കര ഇട്ടോട്ടെ. കുറച്ച് സ്വീറ്റ്നെസ്, അതല്ല വെള്ള ശർക്കര ഇല്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഇട്ടേച്ചാൽ മതി. അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി പുളി ചേർത്താൽ മതി. നാരങ്ങാനീരും തൈരും നമ്മൾ ചേർക്കുക. ഇത് രണ്ടും ചേർത്തേച്ചാൽ, അതല്ല ഇനി പുളി ചേർക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തു, നമ്മളൊരു ടൊമാറ്റോ അരിഞ്ഞിട്ടേച്ചാലും മതി. അതും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കെച്ചപ്പ് ചേർത്തേച്ചാൽ മതി. ഇനി ഇത് കംപ്ലീറ്റ് നമ്മുടെ പനീറെ പിടിക്കണം. അപ്പോൾ എന്നാ ചെയ്യണ്ടേ, ഒരു ഇച്ചിരി കസൂരി മേത്തി ഇതിനകത്തോട്ട് ചേർക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ കസൂരി മേത്തി ചേർക്കണേ, എന്നാലേ അതിൻ്റെ ഒരു മണമൊക്കെ വരത്തുള്ളൂ. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ ധാരാളം മല്ലിയില ചേർക്കാം. പിന്നെ ഞാൻ എന്നാ ചെയ്തതെന്നറിയോ, ഗീ റോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഇറച്ചി, മീൻ അങ്ങനെയൊക്കെ പോവും. അപ്പോൾ ഞാൻ എന്നാ ചെയ്തു, കുറച്ച് 1-2 കറിവേപ്പില മാത്രമേ ഇടുള്ളൂ. ഇത് അല്ലെങ്കിൽ മല്ലിയില ഇട്ടേച്ചാൽ മതി. ഇത് ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഫ്ലേവർ മാറും. നോർത്ത് ഇന്ത്യൻ അല്ലാതെ ആവും. പക്ഷേ എന്നാലും ഉണ്ടല്ലോ, എനിക്ക് ആ കറിവേപ്പില അതിലോട്ടൊക്കെ വീണ് കഴിയുമ്പോൾ എന്നാ ഒരു സമാധാനം വന്നറിയാം. ഇതിനാ ഒരുപാട് കറിവേപ്പില ഇടാറില്ല, അതുകൊണ്ടാണ് ഞാനൊരു 3-4 ഇട്ടത്. അതിനെന്താണെന്ന് അറിയാം, എൻ്റെ ഒരു സമാധാനത്തിനാണേ.
ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം, 1 സ്പൂൺ, 1 തവിക്ക് വെള്ളം ഒഴിച്ചേക്കുക. അതായത് ഈ നമ്മൾ ചേർത്തേക്കുന്ന മസാലകളെല്ലാം ആ പൊടി, തൈര്, ഉപ്പ്, പുളി, ശർക്കര ഇതെല്ലാം നമ്മുടെ പനീറിനകത്തോട്ട് പിടിക്കണം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ആ ഗ്രേവിക്കും ആ ഒരു ടേസ്റ്റ് വരണ്ടേ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ തിളച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സിമ്മേ വെച്ച് ഒരു 5 മിനിറ്റ്സ് അടച്ചിടുക. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും സെർവ് ചെയ്യാം. നമ്മുടെ പനീർ ഗീ റോസ്റ്റ് റെഡിയാണ്. ഇത് ഭയങ്കര സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകരുടെയും കൂടെ അഭിപ്രായം ഞാൻ വിലയെടുത്തിട്ടാണ്. എന്നാണെന്നറിയാവോ, പ്രേക്ഷകർക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഇന്ന് ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത്. അദ്ദേഹം ഇതിന് മുന്നേ ആനീസ് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോഴാണ് നമ്മുടെ പ്രേക്ഷകരുടെ ഇഷ്ടം എന്തോരം ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് ആർട്ടിസ്റ്റ് ശരത്താണ് വരുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, അതിനകത്ത് എന്നാ ഞാൻ പറയാൻ പോകുന്നത്, ശരത്തിന് ഒറ്റയ്ക്കിനകത്ത് കയറ്റുകയല്ല എന്ന് കഴിഞ്ഞ പ്രാവശ്യമേ ഞാൻ പറഞ്ഞു വിട്ടതാ. ഫാമിലി ആയിട്ട് എന്നാ വരാമെന്ന് ചോദിച്ചു, പരിഭവങ്ങളെല്ലാം പറഞ്ഞു. അതുകൊണ്ട് ഇപ്രാവശ്യം മഞ്ജു ഇല്ലാതെ ഇതിനകത്ത് കയറ്റുകയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ശരത് ഇപ്രാവശ്യം മഞ്ജു ആയിട്ടേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് മഞ്ജു ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത്, അതുകൊണ്ട് മഞ്ജുവിനെ നമുക്ക് ഫസ്റ്റ് ഗ്രീറ്റ് ചെയ്യാം. പക്ഷേ എന്നാൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് ശരത് എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കാം. മിസ്റ്റർ ആൻഡ് മിസ്സസ് ശരത്, വെൽക്കം. വരൂ. ഇതെന്താ പാത്തും പതുങ്ങിയൊക്കെ വരുന്നേ? കഴിഞ്ഞ പ്രാവശ്യം വാക്ക് തന്ന പോലെ തന്നെ ആദ്യം ഇവിടെ കാല് വെച്ചത്. താങ്ക് യു, വാക്ക് പാലിച്ചതിന് താങ്ക് യു വെരി മച്ച്. ഇരിക്കാം. ആദ്യം ഒന്നുകൂടെ താങ്ക് യു പറയാം. എന്നാന്ന് വെച്ചാൽ വാക്ക് പാലിച്ചതിന് വളരെ സന്തോഷമുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എന്നാടോ വരാഞ്ഞ്? ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ കുറച്ച് അത്യാവശ്യമായത് കാരണം അന്ന് പങ്കെടുക്കാൻ പറ്റി. ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ പരാതികളൊന്നും പറയുന്നില്ല. കാര്യം ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ അവരെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടും നിൽക്കുന്ന ആൾക്കാരല്ലേ. ബോൺ ടു സെർവ് എന്നൊക്കെ കുറെ വാക്കുകളുണ്ടല്ലോ. അപ്പൊ പിന്നെ നമ്മൾ അതിനോടൊന്നും നമുക്ക് അയ്യോ എന്ത് നല്ല ഭർത്താവാന്ന് നോക്കിയ ഭാര്യയെ പറ്റി നല്ല വർത്താനം പറയുന്നതൊന്നും പിടിക്കുകയല്ല. ഇപ്രാവശ്യം എന്തായാലും ഞാൻ വന്നു. അതാ സന്തോഷം കേട്ടോ മഞ്ജു എടുത്ത് വന്നത്. താങ്ക് യു വെരി മച്ച്. കാര്യം വേറൊന്നും കൊണ്ടല്ല, ആക്ച്വലി ഒരു കാര്യം ചെയ്യണേ, ഞാൻ കുറച്ച് നാളായല്ലോ ശരത്തിനെ ഇതിനകത്ത് വിളിച്ചിട്ട്. അല്ല എന്താണ് ഉദ്ദേശം? ഇതെന്ത് വയസ്സാവാത്ത? എന്ത് ഞെട്ടിയോ? അതുകൊണ്ട് ഞാനും അതുപോലൊക്കെ തന്നെ ഇരിക്കുന്നത്. പക്ഷെ താൻ എന്നാടോ ഇങ്ങനെ വയസ്സാവാത്ത? മഞ്ജുവിന്റെ സീക്രട്ട് എന്തെങ്കിലും വല്ല നല്ല ഫുഡോ അങ്ങനെയൊക്കെ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അങ്ങനെ തന്നെ എല്ലാ ഫുൾ അഡ്ജസ്റ്റ്മെന്റിൽ. പക്ഷെ ഒരു കാര്യം ടച്ച് വുഡ്, അങ്ങനെ തന്നെ ദേവി അനുഗ്രഹിച്ചിരിക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരും ശരത്തിന്റെ കൂടുതൽ വിശേഷങ്ങളും എല്ലാം അറിയാനും ഒക്കെ ആയിട്ട് ഈ പ്രേക്ഷകർക്ക് എന്നെ എത്ര ഇഷ്ടം, എന്നെ ഇവരുടെ മനസ്സിലൊക്കെ ഇത്ര പെട്ടെന്ന് അങ്ങ് കടന്നുകൂടിയേ അറിയില്ല. അതൊക്കെ ഈശ്വരൻ തരുന്നതല്ലേ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ, എല്ലാ സെലിബ്രിറ്റീസിനെയും പോലെ എല്ലാ ഇന്റർവ്യൂസ് ഒന്നും താൻ അറ്റൻഡ് ചെയ്യുന്നില്ല. വെരി റെയർ. എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ ഇങ്ങനെ വാ ഭീഷണിപ്പെടുത്തി വിളിച്ചിട്ടാന്ന് തോന്നുന്നു വരുന്നത്. പിന്നെയും മനുഷ്യന്റെ മനസ്സിൽ ഇത്ര ഭയങ്കര ഇഷ്ടം. ഞാൻ ഇപ്പൊ ചെയ്യുന്ന ഒരു സീരിയലുണ്ട്, ഭ്രമണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് അതിൽ ഞാൻ ചെയ്യുന്നത്. താങ്ക്സ് ടു ജോയ്സി സർ. ഒരു വില്ലനാണ്, ഒരു വുമണൈസറാണ്. ശരത്ത് വില്ലനോ? എപ്പോ വില്ലനാണ്? അതും ഞങ്ങളൊക്കെ വിചാരിച്ചെന്നാന്നറിയോ, ശരത്ത് ഇങ്ങനെ ഇന്റർവ്യൂലൊന്നും വരാത്തത് ശരിക്കും ഒരു നാണം കുണുങ്ങിയ ഒരു അങ്ങനത്തെ ആയോണ്ടാന്ന്. ആണോ മഞ്ജു? നാണം കുടുങ്ങിയൊന്നും ഒന്നുമില്ല. അല്ല ഒട്ടുമല്ല. നല്ല ഇന്റർവ്യൂലൊന്നും പോവാത്ത എന്നിട്ട് ഇപ്പൊ ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ വില്ലനും അല്ല. ഇപ്പൊ ചെയ്തോണ്ട് നല്ലോണം ചീത്ത കേൾക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു രീതിയിലുള്ളൊരു വില്ലനായിരുന്നു. അപ്പൊ അത് പലരും ഇപ്പൊ പറയുന്നുണ്ട്, അഭിനന്ദിക്കുന്നുണ്ട്. നല്ലോണം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പോലെയുള്ള അങ്ങനത്തെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈം എന്ന് തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അത് കേട്ടപ്പോ ശരത് ഞെട്ടിയില്ലേ? കഥയെക്കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുന്ന പ്രേക്ഷകരും വിചാരിച്ചില്ല, ഒരിക്കലും വിചാരിക്കില്ല. അപ്പൊ യൂട്യൂബിലൊക്കെ ഒരുപാട് കമന്റ്സ് ഉണ്ട്. ആദ്യമൊക്കെ എനിക്ക് കുറെ ചെയ്ത് എന്തിനത് എടുത്തത്, ഇത്ര നന്നായിട്ട് ശ്രീകൃഷ്ണനായിട്ട് അഭിനയിച്ചില്ല. അപ്പൊ ഞാൻ അവരോട് പറയും, ശ്രീകൃഷ്ണനായിട്ട് അഭിനയിച്ചാണെങ്കിലും ഇടയ്ക്ക് കംസന്റെ വേഷവും ചെയ്യണ്ടേ. അല്ല, ബീങ് ആൻ ആർട്ടിസ്റ്റ് നമ്മൾ പല ക്യാരക്ടേഴ്സ് ചെയ്യണം, അത് കറക്റ്റ് ആണ്. പക്ഷെ ശരത്തിനെ പറ്റിയുള്ള ഒരു ഇമേജസ് എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ? ഇങ്ങനത്തെ ഒരു ഇമേജ് ഒന്നും ശരത്തിന് ഇല്ല. വിളിച്ച സമയത്ത് തന്നെ പറഞ്ഞു, ശരത്തെ എല്ലാവരും വെറുക്കും, നോക്കിക്കോ, ഞാൻ റെഡിയാണ്. പക്ഷെ പിന്നെയും ശരത്തിനെ പറ്റി സംശയം എന്നാന്നറിയോ, ശരത്ത് കാണാൻ നല്ല ഭംഗിയാ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പൈങ്കിളി, പ്രേമം, അങ്ങനത്തെ ഒന്നും ക്യാരക്ടേഴ്സ് അധികം ചെയ്തിട്ടില്ലേ? അതൊക്കെ സീരിയൽസിൽ ഇഷ്ടം പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 100 സീരിയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 80-85 സീരിയലിലും
ചെയ്തിട്ടുണ്ട്. അല്ല, അപ്പൊ ഈ മഞ്ജുവിനെ serial എപ്പോഴാ ഒരു പ്രേമിച്ചേ? പ്രത്യേകത എന്താ അറിയോ? ആനാ മഞ്ജുവിനെ പ്രേമിച്ചിട്ടില്ലേ? പ്രേമിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അതങ്ങ് പറയാൻ മേലെന്ന് ലവ് മാരേജ് അല്ല ഇത് അറേഞ്ച്ഡ് മാരേജാ. എടോ തനിക്ക് ലവ് ചെയ്തോടോ? ഇപ്പോഴുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ. ഇനി മഞ്ജുവിനെ എങ്ങനെ എപ്പോഴും കണ്ടുപിടിച്ചേ? എന്റെ ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ് ആള്. അപ്പൊ ഇതിന് മുമ്പേ കണ്ടിട്ടില്ലെന്ന് അല്ല കണ്ടിട്ടുണ്ട്, പറഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ടൊക്കെ രണ്ടോ ഉണ്ട്. പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. കെട്ടുമെന്ന് വിചാരിച്ചില്ലേ? ഇല്ല, ഞാനും വിചാരിച്ചില്ല, ആരും വിചാരിച്ചില്ല. അങ്ങനെ അങ്ങ് വന്നു. എന്താ നിനക്കൊരു ബുദ്ധിമുട്ടത് പറയാ? ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, ബുദ്ധിമുട്ടൊന്നും. പറഞ്ഞ കഥ എന്ന് പറഞ്ഞു എങ്ങനെയാന്ന്? നീ പറയൂ. എൻ്റെ വീട് പാലക്കാടാണ്. അപ്പോൾ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സ് ആണ്. അപ്പം ഏട്ടൻ്റെ അച്ഛൻ്റെ അനിയൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. കുറച്ച് ദൂരാണെങ്കിലും താമസിക്കേണ്ട. അപ്പോൾ ഓരോ അവിടുത്തെ കോളേജസിലൊക്കെ ഏതെങ്കിലും പ്രോഗ്രാംസിന് വരുന്ന സമയത്ത് വെറും കോളേജസ് അല്ല, പെൺകുട്ടികളുടെ എടുത്തു പറയണം. അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്, ഞാനൊരു എനിക്ക് തോന്നുന്നത് 8th 9th ആ സമയത്തൊക്കെയാണ്. അപ്പോൾ ഇതേപോലെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്. അതെ. അപ്പോൾ ജസ്റ്റ് കണ്ടിട്ടുണ്ട്, അങ്ങനെ 1-2 തവണ കണ്ടിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതെ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഫ്രണ്ട്സൊക്കെ അറിയാം, ഇങ്ങനെ ഞങ്ങളുടെ റിലേറ്റീവാന്ന് അറിയുമ്പം അവർ ചോദിക്കും. ആ സമയത്ത് എനിക്ക് തോന്നണ മാനസപുത്രി വാവ എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ TV-യിൽ അത്യാവശ്യം നല്ല ഹിറ്റായിട്ടുള്ള കുറച്ച് സീരിയൽസ് നടക്കുന്ന സമയം അവർ വിളിക്കും, നീ കഥ ചോദിക്കണം, എന്താണെന്നുള്ളത്, ഇനി എന്താന്നുള്ളത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഫോൺ ചെയ്യിക്കും. അവര് കഥ ചോദിക്കുക, അങ്ങനെ വർത്താനം അങ്ങനെയൊക്കെ സംസാരിച്ച് പിന്നീട് എങ്ങനെയോ ആലോചന, ഞാൻ കോളേജിലേക്ക് കയറിയ സമയത്താണ് ജാതകം പുറത്തെടുക്കുക എന്ന് പറയും. അതായത് കല്യാണം ആലോചിച്ച് തുടങ്ങുക എന്നുള്ള ഭാഷ. ജാതകം പുറത്തെടുത്തോ എന്ന് ചോദിക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ആണെങ്കിൽ. അപ്പൊ എന്റെ 28 വയസ്സായി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, എന്നാ നീ ആലോചിക്കുക, ഇനി ഇവൻ എങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ആദ്യത്തെ അങ്ങനെ അച്ഛൻ്റെ അനിയനാണ് ആലോചന കൊണ്ടുവന്നത്. അപ്പൊ എൻ്റെ വീട്ടുകാരും അങ്ങനെ ഓക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെയായി, ഞാനും പറഞ്ഞു. വീട്ടുകാർക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. വീട്ടുകാരല്ലോ കെട്ടാൻ പോയത്, മഞ്ജുവിനെ കെട്ടാൻ പോയത്. ഞാൻ പറയും ശരി, ഇല്ല ഒന്നുമില്ല. ഇല്ല, ഞാൻ പറയും ഞാൻ ഇപ്പോഴും യെസ് പറഞ്ഞിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പറയും. അച്ഛനും അമ്മയും കൂടി നിർബന്ധിച്ചപ്പോ കല്യാണം കഴിച്ചു. ഞാനല്ലല്ലോ പറഞ്ഞത്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും. ഞങ്ങളുടെ തങ്ക് താർന്നു പോകുന്നു. പറയട്ടെ, പറയാനുള്ള സ്വാതന്ത്ര്യം. അതാ ഇവിടെ എന്നാ കറക്റ്റ് ആട്ടോ. ഇവിടെ അങ്ങനത്തെ ഒരു മറയോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ കഥ. പക്ഷെ നല്ല കഥ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഫസ്റ്റ് പ്രപ്പോസൽ തന്നെ ആലോചിച്ചു. എന്റെ ഭാഗത്തുനിന്നുള്ള ഇതുണ്ട്, എന്റെ പെർസ്പെക്റ്റീവ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ജാതകം ചേർന്ന് കഴിഞ്ഞാൽ, നമ്പൂതിരിമാരുടെ ഇടയിലുള്ളൊരു കഷ്ടമാണ്, ജാതകം ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്, അത് നടക്കും. കാണണോ വേണ്ടയോ എന്നുള്ളതൊന്നും നിർബന്ധമില്ല. അപ്പോൾ എന്നോട് ആദ്യം ജാതകം എടുത്തപ്പോൾ തന്നെ ചോദിച്ചു, ശരത്ത് നിനക്ക് ഓർമ്മയില്ലേ ഇങ്ങനെ ഇന്നയാളുടെ മകളാണ്? എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ മുഖം അത് തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ട്. അപ്പോൾ പിന്നെ അന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ല, ആ സമയത്ത് കണ്ടിട്ടേ ഉള്ളൂ, പിന്നെ കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ അതിങ്ങനെ ചിന്തിക്കുകയാണ്, ഈശോ ആ കുട്ടിയെ. നീ മറ്റേ സിനിമയുടെ കാര്യം പറഞ്ഞു കൊടുക്ക്. നീ ആദ്യം സിനിമ ലൊക്കേഷനിൽ വന്നത് ആഭരണ ചാർത്ത് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. ഞാൻ അപ്പൊ അതിന്റെ ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെയാണ് ആദ്യം ലൊക്കേഷനിൽ കാണുന്നത്. അപ്പൊ അന്ന് ഇവള് ആദ്യം കാണുന്ന അത് അതിനൊരു കഥ ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കട്ടെ. അന്നത്തെ സീൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു അമ്പലത്തിൽ നടക്കുന്ന കഥയാണ്. അപ്പോൾ അതിലെ വാരസ്യാര് കുട്ടി, ഞാൻ ആ അമ്പലത്തിലെ പൂജാരിയാണ് എൻ്റെ കഥാപാത്രം. അപ്പോൾ ആ വാരസ്യാര് കുട്ടി കുളത്തിലേക്ക് വീഴുന്നു. അപ്പോൾ അവിടെ കുളിക്കാനായിട്ട് വന്നിരിക്കുന്ന നമ്പൂതിരി ചാടി വെള്ളത്തിലിറങ്ങി ആ കുട്ടിയെ ഇങ്ങനെ എടുക്കുന്നു. അതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇവള് ഫസ്റ്റ് സിനിമ ലൊക്കേഷൻ ആദ്യമായിട്ട് കാണാൻ വരുന്ന ഇവളുടെ അച്ഛൻ്റെ ഇതെന്ന് അറിയാൻ വന്ന സമയം കണ്ട കാഴ്ച വെള്ളത്തില് നായകൻ കൂടി ഇങ്ങനെ, അതൊരു 3-4 മണിക്കൂറാണ് വെള്ളത്തില്. മഞ്ജു അന്നേരം എന്നാ ഡിസിഷൻ എടുത്തു? അല്ല, അന്ന് അറിയില്ലല്ലോ. പണ്ടത്തെ ഇല്ല. ഓക്കെ, ശരത്ത് ഒരു കാര്യം ചോദിച്ചിട്ട്, നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതാണ്. പക്ഷെ മഞ്ജു ഇപ്പൊ 3 ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഒന്ന് ഭാര്യ, ഒന്ന് വീട്ടമ്മ, പിന്നെ ഒന്ന് ഒരമ്മ. ഇതിൽ ബെസ്റ്റ് ഏതാണ് മഞ്ജു? അയ്യോ, ഒരു കൺഫ്യൂഷൻ ചോദ്യമാണ്. പക്ഷെ എന്നാലും മഞ്ജു ഉടനെ പറയൂ ഏതാണെന്ന് ഞാൻ കേൾക്കട്ടെ. അങ്ങനെയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവള് 3 സ്ഥലത്തും, വേറൊരു പോർഷനും കൂടിയുണ്ട് 4ാമത്, ഇവളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന. അപ്പോൾ 4 കാര്യങ്ങളും ഇവള്
ഭംഗിയായി തന്നെ ഒരുവിധം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം ജോലിയുണ്ട്, ജോലിയുടെ തിരക്കെന്ന് പറഞ്ഞാൽ അറിയാം. നല്ല തിരക്കാണ്. അത് മാത്രമല്ല പേഷ്യൻസ് രാത്രിയും വിളിക്കും, കാരണം അവരുടെ ഈ കൊച്ചുകുട്ടികളുടെ കാര്യത്തിനായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കലി അല്ലല്ല, ഞാൻ ഓഡിയോളജിസ്റ്റ് ആണ്, ഹിയറിംഗ് റിലേറ്റഡ് ആയിട്ട്. അപ്പൊ ഇങ്ങനെ ആൾക്കാരായിട്ട് ഇപ്പോഴും ഉണ്ടാവും ഒരു കോണ്ടാക്ട്, പിന്നെ ഞാൻ മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഹോസ്പിറ്റൽ സെക്ഷൻ ആണെങ്കിലും പിന്നെ വീട്ടിൽ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ പേഷ്യൻസ് ഒക്കെ വീട്ടിൽ കുട്ടികളുടെയും ബാലൻസ് ചെയ്യണം. എല്ലാം ചെയ്തിട്ട് ബെസ്റ്റ്. അതെ അതെ, എനിക്ക് 4 പോർഷനിലും അതെ അതെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് 100-ൽ എത്ര മാർക്ക് കൊടുക്കും? എനിക്ക് 99 വീട്ടിൽ കയറണമെന്ന് ആലോചിച്ചിട്ടാണോ അത്ര കൊടുക്കുന്നില്ല, 90 കൊടുക്കാം. 10 മാർക്ക് പോയി അത് ഞാനെടുത്തു. അയ്യോ, എന്നെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് കുട്ടികളെ കുറച്ചും കൂടെ നന്നായിട്ട് നോക്കുന്ന ആളായിരിക്കും. കാരണം എനിക്ക് അതിനുള്ള സമയം കിട്ടാറില്ല, കുട്ടികളുടെ കൂടെ അപ്പം ഇരിക്കാനും പറ്റാറില്ല. അപ്പോൾ വർക്കില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിലും കുട്ടികളുടെ കാര്യങ്ങളും ഫാമിലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരുടെയും മനസ്സിലാക്കി മുന്നോട്ട് പോവാന്നുള്ളത് ശരിക്കും. അപ്പൊ എത്ര മാർക്ക്? ഏട്ടനും എന്തായാലും അച്ഛൻ എന്തായാലും 100 ആണ്, ഭർത്താവെന്ന നിലയ്ക്ക് 75 മതി. അത്രയും മതി. അത്ര പ്രതീക്ഷിക്കുന്നുള്ളൂ. സ്വന്തമായിട്ട് അറിയാം നന്നായിട്ട്. മക്കൾക്ക് അച്ഛനടുത്ത് അമ്മയടുത്താണോ കൂടുതൽ ഇഷ്ടം? മക്കൾക്ക് രണ്ടുപേരും ഒരുപോലെ തന്നെ. ഇപ്പം മഞ്ജു, ഇപ്പം ഈ കേൾവിയുടെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുക എന്നാന്നറിയാം, ഇപ്പം ഞാൻ ഗവൺമെന്റിന്റെ തലത്തിൽ നിന്നിട്ട് തന്നെ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകർക്കിടയിലേക്ക്. ശരിക്കും അത് നമ്മൾ ജസ്റ്റ് ഒരു മെസ്സേജാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളെ മാറ്റങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ ബേസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ബീങ് എ പാരന്റ് നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ മനസ്സിലാക്കുന്ന ഒരു കുട്ടിയിൽ നിന്നും? ഇപ്പം അതായത് ജനിക്കുന്ന കുട്ടികൾക്കെല്ലാം തന്നെ നമുക്ക് ആദ്യമേ, അതായത് ഏർലി ഇൻ്റർവെൻഷൻ എന്ന് പറയും, നമ്മളൊരു 2.5 മാസം ആകുമ്പോഴേക്കും തന്നെ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ട്രീറ്റ്മെൻ്റ് എല്ലാം നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം നമ്മളെ കുട്ടികളെല്ലാം നമുക്ക് നോർമൽ ആയിട്ട് തന്നെ നമുക്ക് വളർത്താനായിട്ടുള്ള സാധിക്കും. അപ്പോൾ അതായത് ജനിക്കുന്ന കുട്ടികൾക്ക് തന്നെ നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് ഹിയറിംഗ് സ്ക്രീനിങ് എല്ലാം നമ്മളിപ്പോൾ മിക്ക എല്ലാ ഹോസ്പിറ്റൽസിലും അത് മസ്റ്റാണ്, യൂണിവേഴ്സലായിട്ട് നമ്മൾ ചെയ്യണം. അത് ചെയ്യാം നമ്മൾ. പിന്നെ എന്തെങ്കിലും ഒരു റിസ്ക് ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ ഹയർ ടെസ്റ്റിനായിട്ട് നമുക്ക് അവരെ റെഫർ ചെയ്യാം. അപ്പം നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേരത്തെ ഇപ്പോൾ ഹിയറിംഗ് എയ്ഡ്സ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഹിയറിംഗ് ലോസ് എത്രയുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഹിയറിംഗ് എയ്ഡ്സ് നമുക്ക് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ബാക്കി കേട്ട് തന്നെ പറയാനായിട്ടുള്ള നമ്മൾ ട്രെയിനിങ്, ഓഡിറ്ററി ട്രെയിനിങ് എന്ന് പറയും. എന്നാന്നറിയാം ഞാൻ ചോദിക്കുന്നത്, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ മാക്സിമം ഓമനിപ്പിച്ച് നമ്മൾ ഹോസ്പിറ്റലിന്റെ ഇതെല്ലാം കഴിയുമ്പോൾ വീട്ടിൽ പോകും. പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കത്തില്ല, അതിന് ചെവി കേൾക്കുന്നുണ്ടോ, കണ്ണ് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടോ അറിയാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില പാരൻസ് പറയും അവർ സൗണ്ട് കേൾക്കുമ്പം അതിനനുസരിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പം ആദ്യമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കാറൊന്നും ആയിട്ടുണ്ടാവില്ല. ഒരു കഴുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ കുട്ടികൾ സൗണ്ടിനനുസരിച്ച് തിരിഞ്ഞു നോക്കി തുടങ്ങുക. സൗണ്ട് കേൾക്കും, ജനിക്കുമ്പോൾ തന്നെ എല്ലാവരും കേട്ടാണ് വളർന്നത്, പക്ഷെ റിയാക്ട് ചെയ്യുന്നത് പലതരത്തിലായിരിക്കും. ചില കുട്ടികൾ നമ്മൾ ചെറിയ സൗണ്ട് ആണെങ്കിൽ തന്നെ അവർ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുക, അല്ലെങ്കിൽ ചില കുട്ടികൾ ആ ഞെട്ടലുണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ചിലവർക്ക് ആ ചിരി ചിലപ്പം സൗണ്ട് അവർ കേൾക്കുന്നതിനനുസരിച്ചിട്ട് അവർ കുട്ടികൾ അത് അപ്പം അങ്ങനെയെല്ലാം നമുക്ക് ജന്മനാൽ വരുന്നതാണോ? അതൊക്കെ നമ്മൾ ജന്മനാൽ, അതായത് ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും ചില ആൾക്കാർക്ക്. ഫാമിലിയിൽ ഇപ്പം ഒന്നെങ്കിൽ അച്ഛൻ്റെ അമ്മയ്ക്കും ആവണമെന്നില്ല, ചിലപ്പോൾ അതിൻ്റെ വേറെ ഏതെങ്കിലും ഒരു ജനറേഷനിലുള്ളതും കൂടെ അങ്ങനെ വരാം. പിന്നെ പ്രത്യേകിച്ച് ഒരു കാരണവും ഉണ്ടാവണമെന്നില്ല. അതെ. പിന്നെ ഈ നല്ല പ്രീ ടേം ആയിട്ടൊക്കെ ജനിക്കുന്ന കുട്ടികളുണ്ടാവും. ഒരു 26 വീക്ക് അല്ലെങ്കിൽ 27 വീക്സിലൊക്കെ ജനിക്കുന്ന പിള്ളേരുണ്ടാവും. അപ്പോൾ അവരൊക്കെ കുറേ നാൾ ICUയിൽ ആ വളർച്ച എത്തുന്നവരെയൊക്കെ ICUയിൽ കിടക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ ലോസ് വരാനുള്ള ശരിക്കും ബൈ ബർത്ത് വരുന്നതാണ്. ഇതെല്ലാം ബൈ ബർത്ത് അതൊക്കെ നമുക്ക് വേറെ വേണമെങ്കിൽ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വന്നിട്ടും വരാം. ചെറിയ കേൾവിക്കുറവ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പം ജനിച്ച സമയത്ത് ചെറിയ പെർസെൻറ്റേജ് കേൾവിക്കുറവ് നമുക്ക് ആദ്യമേ മനസ്സിലാക്കില്ല. അപ്പോൾ കുറച്ച് വളർന്ന് വരുന്ന കഴിയുമ്പോൾ ഒരു വർത്താനം ചിലപ്പം ക്ലിയർ അല്ലാത്ത പോലെ, അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ശബ്ദം അവർ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ അറിയുമ്പോൾ വർത്താനത്തിൻ്റെ ആ ക്ലാരിറ്റി ഒക്കെ വരുന്ന സമയത്ത് ആ സംസാരം
വർത്താനം പറഞ്ഞു തുടങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ മനസ്സിലാക്കുക. പക്ഷെ അത് ചിലപ്പോൾ ആദ്യമേ ഉള്ളതായിരിക്കാം. ഇപ്പൊ അത് ക്ലിയർ ആയി പോയി കഴിഞ്ഞാലല്ലേ നമ്മുടെ ഈ പ്രേക്ഷകർ കേൾക്കുന്നവർക്കും അത് അവരിനി ശ്രദ്ധിക്കാൻ തുടങ്ങും. മറ്റത് നമ്മൾ ശ്രദ്ധിക്കുവല്ലേ. ഇപ്പൊ എനിക്ക് തന്നെ 3 കുഞ്ഞുങ്ങൾ, അവരെ ജനിച്ചപ്പോൾ ഞാൻ ഇത്രയും കീനായിട്ട് നോക്കിയിട്ടില്ല. എന്നെ പോലെ എത്രയോ പേരുണ്ടാവും. അതെ, നമ്മളും അതെ, നമ്മുടെ കുട്ടികളെ ഒന്നും ജനിച്ച സമയത്ത് ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റൽസ് ഒക്കെ അത് വെക്കുന്നത് നല്ലതാട്ടോ. ഒന്ന് എല്ലാം ക്ലിയർ ആക്കി വിടുന്നത് ഏറ്റവും നല്ലത്. അല്ല, OAE ന്യൂ ബോൺ ഹിയറിംഗ് സ്ക്രീനിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം OAE എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ്, ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻസ്, അതാണ് നമ്മൾ. പക്ഷെ ഇപ്പൊ ഇത് കേൾക്കുമ്പോ ഭയങ്കര ടെൻഷൻ. ഈശ്വരൻ അനുഗ്രഹിച്ച് ദൈവമേ ഏത് കുഞ്ഞ് ജനിച്ചാലും ആയുസ്സും ആരോഗ്യത്തോടുകൂടി ജനിക്കണമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. കാരണം ഏതൊരു പ്രഗ്നന്റ് ലേഡീനെ കണ്ടാലും ഞാൻ എപ്പോഴും പറയും, മോളെ നീ ആങ്കൊച്ചെന്നോ പെങ്കൊച്ചെന്നോ ആഗ്രഹിക്കല്ലേ, ആയുസ്സും ആരോഗ്യത്തോട് നല്ലൊരു കുഞ്ഞ് വരട്ടെ, അത് മാത്രം ആഗ്രഹിക്കുക. ഞാനും പ്രാർത്ഥിക്കുന്ന അത്ര. വിവാഹത്തിന്റെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു അമ്മയും ഒരു ഫാമിലി വന്നു കൊച്ചുകുട്ടിയെ കൊണ്ട്. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു പ്രസക്തി മനസ്സിലാക്കുന്നത്. ഒപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. എന്നിട്ട് ആ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറയുക, മഞ്ജു കാരണമാണ് എൻ്റെ മോനിന്ന് എന്നെ അമ്മ എന്ന് വിളിക്കുന്നത്. അപ്പൊ അത്രയും ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവര്, അപ്പൊ അത്രയും സാമൂഹ്യമായിട്ടുള്ള മഞ്ജുവിന് അത്രയും പേഷ്യൻസ് വേണം. അതെ, പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും അത് ആ കുട്ടികൾക്ക്. അപ്പോൾ അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു മഹത്വം മനസ്സിലാകുന്നത്. മറ്റത് നമ്മളൊരു പഠിക്കുന്നു, BA SLP ഒരു കോഴ്സാണ് എന്നൊക്കെ അറിയാമെന്നല്ലാതെ അതിന്റെ ആ ഒരു മഹത്വം ഇങ്ങനെയാണ് വരുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഒരു ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് മഞ്ജുവിന് ഭയങ്കര ക്ഷമയായിരിക്കും അല്ലേ? അത് രണ്ടാണ്. അവിടെ പേഷ്യൻസിന്റെ കാര്യം ഇവൾക്ക് അറിയാം. അതായത് വയ്യാത്തത് കൊണ്ടാണ് ഇത് കേൾക്കാത്തതെന്ന് പറഞ്ഞാൽ കേൾക്കാത്ത ആളോട് പിന്നെ നമുക്ക് അങ്ങനെ ക്ഷമിച്ചിരിക്കാൻ പറ്റില്ല. ഒച്ചയിട്ടേ പറ്റത്തുള്ളൂ. 3 പേരോട്. അപ്പൊ 3 കുട്ടികളും നല്ല കുട്ടികളായിരിക്കും. അയ്യോ, ദീർഘശ്വാസമൊക്കെ വിടുന്നു മഞ്ജു. അതാണ് പറഞ്ഞ എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന. അതെ ശരത്, ഒരു കാര്യം, നമ്മുടെ ബേസിക്കലി നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ, അതായത് സീരിയൽ ആയാലും ശരി സിനിമയിലായാലും ഒരു ശരിക്കും പറഞ്ഞ ഒരു ഭാഗ്യമുണ്ട്, ഒരു ലക്കി സ്റ്റാർ എന്നൊക്കെ പറയും അല്ലെ. ഭാഗ്യമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ല നമ്മൾ നല്ലൊരു ആക്ടറായിട്ടോ ഒന്നുമല്ല, ഭാഗ്യം നമ്മുടെ കൂടെ വേണം. സീരിയലിലും അങ്ങനെ ഒരു ഇതുണ്ടോ ഭാഗ്യം? തീർച്ചയായിട്ടും. നമ്മൾ എല്ലാത്തിലും നമ്മുടെ ജനനം മുതൽ തന്നെ ഒരു സ്റ്റാർ നമ്മുടെ കൂടെ വേണം, ഒരു ലക്കി സ്റ്റാർ. പക്ഷേ ഇതിൽ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ അനുഭവത്തിൽ നിന്നാണെങ്കിൽ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്താൽ, അതായത് അന്യന് ദ്രോഹം വരുത്താതെ. ഇപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ ഇപ്പോൾ വലിയ സ്റ്റാറായി, എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, മറ്റാളെ നോക്കി ദുഃഖിക്കരുത്. നമുക്കുള്ളത് മതി, ഇത് വെച്ച് അങ്ങ് അടിപൊളിയായിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ. സന്തോഷിക്കാൻ പറ്റുക, കിട്ടിയത് ഏറ്റവും വലുതാണ്. അതെ, നമ്മുടെ സന്തോഷം ഏത് രീതിയിലാണ് വരുന്നത്. ഇപ്പം നമുക്ക് ഈ ഇവരുടെ അടുത്ത് വരുന്ന പേഷ്യൻസിനെയൊക്കെ കാണുമ്പോൾ എത്ര കോടീശ്വരന്മാരുടെ മക്കളാണ് ചില ആൾക്കാർക്ക് പോലും. അപ്പോൾ നമ്മൾ അതിലൊന്നും അല്ല കാര്യം, പേരിലും പ്രശസ്തിയിലൊന്നും അല്ല കാര്യം, നമ്മുടെ അനുഭവങ്ങളാണ്. നമ്മൾ മുൻകൈ എടുത്ത് നമ്മുടെ ഫാമിലിയിൽ സന്തോഷം ഉണ്ടാക്കുക, അതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. ഇപ്പം ആസ് ഇറ്റ് ഈസ് ശരത് ഒരു നല്ലൊരു ആക്ടറാണ്. ശരിക്കും താൻ ആ പത്രം എന്ന പടത്തിൽ ചെയ്ത ക്യാരക്ടറാണ് ഹൂ ഈസ് ശരത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ അറിഞ്ഞത് അല്ലേ. അത് കഴിഞ്ഞ് ദേവദൂതൻ ഉണ്ടായിരുന്നു, പിന്നെ ജാനകുട്ടി, അങ്ങനെ ഡാർലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-22 പടങ്ങൾ ഞാൻ. ശരത് എന്താണെന്ന് പ്രേക്ഷകർ കണ്ടുപിടിച്ച പത്രത്തിലാണ്. നല്ല മഞ്ജുവായിട്ടുള്ള നല്ല കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അതിൽ മഞ്ജുവിന്റെ അനിയന്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു ധാരണ, ഇബ്നു എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അതും വളരെ പെട്ടെന്നായിരുന്നു ആ ക്യാരക്ടറിന് വേണ്ടി വിളിച്ചത്. പിന്നെ അവർക്കും സംശയം ഉണ്ടായിരുന്നു, ഈ ക്ലീൻ ഷേവ് മുഖവും ഒക്കെ ആയിട്ട് ഒരു സ്ട്രോങ്, മറ്റേ സ്പടികൻ ജോർജ് ചേട്ടന്റെ ക്യാരക്ടറിനോടാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് പ്രേക്ഷകർ ഏറ്റെടുത്തു. അതെ, തിയേറ്ററിലൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സന്തോഷം അല്ലേ. ഓക്കെ, ശരത്തിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു നല്ലൊരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അതൊക്കെ എവിടെ കൊണ്ട് കളഞ്ഞു? അച്ഛനോ നല്ലൊരു കലാകാരൻ? ഞാൻ കഥകളി, അച്ഛൻ പാട്ടുകാരനാണ്. കഥകളി വെൺമണി ഹരിദാസ് മരിച്ചു. അപ്പോൾ അച്ഛൻ എന്നെ പാട്ട് പഠിപ്പിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ പാട്ട് അവിടെ നിൽക്കട്ടെ, നീ ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചോ എന്ന് പറഞ്ഞു. കാരണം എനിക്ക് പാട്ടായിട്ട് അധികം കിട്ടിയിട്ടില്ല എന്ന് അച്ഛൻ ഗുരുവാണല്ലോ, അച്ഛന് മനസ്സിലായി. ബട്ട് അത് കാരണം നന്നായി. കാരണം എനിക്ക് മൃദംഗമാണെങ്കിലും വയലിനാണെങ്കിലും താളത്തിൻ്റെ കാര്യത്തിലും ഇപ്പോൾ രാഗം ഐഡന്റിഫൈ ചെയ്യാനാണെങ്കിലും ഒരു കമ്പോസിങ് ലെവലിലായിരുന്നു എനിക്ക്. എൻ്റെ ആഗ്രഹം ഒരു മ്യൂസിക് കമ്പോസർ ആവണം എന്നായിരുന്നു. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കാരണം ഒരു ആക്ടറായി വരുന്നത്.
അത് ചെയ്യാൻ ഇഷ്ടമല്ല, അത് കണ്ടിന്യൂ ചെയ്യണ്ടേ, എന്നൊരു മ്യൂസിക് കമ്പോസർ ആവണ്ടേ? ഉണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവൾക്ക് വേണ്ടി ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കും പിള്ളേർക്കൊക്കെ വേണ്ടി ഇങ്ങനെ ചെറിയ ചെറിയ ട്യൂൺസും അങ്ങനെയൊക്കെ പാട്ടുകളൊക്കെ ഇങ്ങനെ. പിള്ളേർക്ക് വേണ്ടിട്ടോ? ആ അതങ്ങനെ താരാട്ട് പാട്ടെന്നൊക്കെ വെറുതെ പറയും. ഇങ്ങനെ നമ്മുടെ വായിൽ വരുന്ന നമുക്ക് ലാളിത്യമുള്ള ഇത് നിങ്ങളുടെ ഫാമിലിയിൽ മാത്രം കേട്ട ഒരു പാട്ടാണത്, ഒരു താരാട്ട് പാട്ട്. ഞങ്ങൾ പ്രേക്ഷകരും കൂടെ കേൾക്കണ്ടോ? ആ പാടത്ത് പാടും. അപ്പൊ മക്കളെ വിളിക്കാമോ? ആ പിന്നെന്താ, കുഞ്ഞുങ്ങൾ വന്നല്ലേ, കുഞ്ഞുങ്ങൾ അതിനകത്ത് ഇത്ര നേരം വിടാതെ നിന്നാ. അതുകൊണ്ടല്ല, ഇത് നമ്മുടെ ഒരു ഇതായതുകൊണ്ട് അവരങ്ങ് മാറി നിന്നതാ. പക്ഷേ ഈ അടുക്കളയിൽ അങ്ങനെ ഒന്നുമില്ല. ശരത്ത് വേണ്ടാത്ത പണിയൊന്നും കാണിക്കില്ല കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോ എന്നാ സന്തോഷാന്ന് അറിയാം. ഒരു നിറവല്ലേ കുഞ്ഞുങ്ങൾ വരുമ്പോ. തീർച്ചയായും വിളിക്കൂ. വിളിക്കട്ടെ. ആ പിന്നെന്താ. വേദ, ധ്യാന, വാ. ഹലോ, എന്നാണ്ട് വിശേഷം? ഇത് വേദ, ആ ഇത് ധ്യാന. ധ്യാന. അല്ല ഇങ്ങനെയൊക്കെ പേരിട്ടെ? അറിയില്ല, നമ്മള് നമ്പൂതിരിമാരെന്ന് പറയുമ്പോൾ നമ്മൾ ഋഗ്വേദമാണ് പഠിക്കേണ്ടത്. അപ്പോൾ ആ വേദം ആണ് ഇവൾക്ക് ഇട്ടത്. വേദത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടേണ്ടത് ധ്യാനമാണ്. അതാണ് കുട്ടികളെ എന്താ പറയാ ആധ്യാത്മികമായിട്ടൊക്കെ ചെയ്യണ്ടേ? കുറേശ്ശെയൊക്കെ ഇവള് രണ്ടുപേരും യോഗ ചെയ്യും. അവൾ ഇത്തിരി വേദങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. ഇല്ല, അത്ര ആയിട്ടില്ല. അല്ല അങ്ങനെ ചെയ്യണ്ടോ? അങ്ങനെ ചെയ്യാം. അത് ശരിക്കും കുട്ടിക്കാലത്ത് തന്നെ ചെയ്യേണ്ട. അതായത് എന്താ പറയാ, 7 വയസ്സിൽ നമ്മൾ എന്താ പറയാ വേദപഠനത്തിന് വേണ്ടി വിടേണ്ട. അത് ആൺകുട്ടികൾക്കാണ് കൂടുതലുള്ളത്. ഓ, എന്താ പെൺകുട്ടികൾ മനസ്സിലാക്കിയ കുഴപ്പം? മനസ്സിലാക്കുന്നതിന്റെ അല്ല, മനസ്സിലായില്ല, അതിനായിട്ടുള്ള ഓരോ സ്ഥലമുണ്ടല്ലോ, അവിടെ ആൺകുട്ടികൾ മാത്രമാണ് വേദപഠനം ഉള്ളത്. അല്ലാതെ ഇവർക്ക് പഠിക്കാൻ. ഇപ്പം ശരത്ത് പഠിച്ചതല്ലേ? ഇല്ല. വിട്ടേക്കാം മക്കളെ, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കുള്ള അറിവിൽ നമുക്ക് മുന്നോട്ട് പോവാം അല്ലേ? ഓക്കെ. അത് നോക്കൂ, അച്ഛൻ ഇപ്പൊ ഇവിടെ ഇരുന്നപ്പോ ഒരു കാര്യം പറഞ്ഞു തന്നെ ആന്റിക്ക്. എന്നാന്നറിയാവോ, നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോ അച്ഛനൊരു താരാട്ട് പാട്ടൊക്കെ അച്ഛൻ തന്നെത്താനെ വരികൾ എഴുതി മ്യൂസിക് കമ്പോസ് ചെയ്തൊക്കെ പാടുമായിരുന്നെന്ന്. അതെന്നാ പാട്ടാ? അത് വേദക്കുട്ടിക്കുള്ള പാട്ടാണ്. ഈ മോക്ക് പാടിയതാ? നിനക്ക് പാട്ടൊന്നും തന്നില്ലേ? അക്ഷരം മാറ്റിയിട്ടേ ഉള്ളൂ. അങ്ങനെ മക്കളെ, ആ പാട്ടെന്നാ പാടാവോ കൊച്ചൊന്ന്? കൊച്ചിനറിയത്തില്ല, അമ്മ പാടി. ശരി. ഉള്ള പേര് വേദയായോണ്ടാണ്. വേദക്കുട്ടി 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 വാവാവോ, വേദക്കുട്ടി 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 വാവാവോ. അച്ഛൻ്റെ മുത്തുറങ്ങ്, അമ്മയുടെ സത്തുറങ്ങ്, മുത്തശ്ശിയുടെ അപ്പൻ്റെ മോളുറങ്ങ്. വേദക്കുട്ടി തങ്കക്കുട്ടി, വേദക്കുട്ടി പൊന്നും കട്ടി, എന്തിനാ കരയണേ കള്ളക്കരച്ചില്, വാശി കൂടാതെ പാല് കൊച്ചണ്ടേ, വാശി കൂടാതെ ദോശ കഴിക്കണ്ടേ. വേദക്കുട്ടി തങ്കക്കട്ടി. ഇങ്ങനെയുള്ളൊരു ഈ ഇത് അവളുടെ പേരിലങ്ങ് പാടി. ധ്യാനക്കുട്ടി ധ്യാനക്കുട്ടി. അച്ഛൻ എപ്പോഴും പാട്ട് പാടുവോ? ദോശ കഴിപ്പിക്കുമ്പോഴും ചോറുണ്ണുമ്പോഴും ഒക്കെ അച്ഛൻ ഈ പാട്ട് പാടുവോ? അച്ഛനാണ് അമ്മയാണ് ഏറ്റവും ഇഷ്ടം? ഉറക്കെ പറയടി. രണ്ടുപേരെ എങ്ങനെ പറയാ? ഉറക്കെ പറയണേ. ആ കണ്ടോ കൊച്ചിന് എന്നാലും ഒരു ഇച്ചിരി പൊടിക്ക്. അമ്മ എപ്പോഴും ജോലിക്ക് പോവാന്ന് പറഞ്ഞ, അമ്മക്ക് നേരെ ഇല്ലാന്ന് പറഞ്ഞേ. അപ്പൊ ആരാ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നേ? മുത്തശ്ശി ഉണ്ടാക്കും. ഇയാളുണ്ടാക്കോ? പിന്നെ ചിലപ്പോഴൊക്കെ. അതൊക്കെ എന്നാ ഉണ്ടാക്കുന്നേ? എന്തൊക്കെയാ കഴിഞ്ഞ ഇപ്പൊ ഈ കഴിഞ്ഞ എന്താ ഉണ്ടാക്കിയെന്ന് പറയും. നമ്മളെല്ലാരും കൂടിയിട്ട് എന്താ അച്ഛനും ഉണ്ടാക്കോ? പരീക്ഷണങ്ങള്. മക്കളെ അച്ഛൻ എന്താ ഉണ്ടാക്കി തന്നെ? പിന്നെ ഗാർലിക് ബ്രെഡ്. അച്ഛന്റെ ഫേവറേറ്റ് എന്തോ? അച്ഛൻ ഉണ്ടാക്കി തരുന്ന ഫേവറേറ്റ് ഫുഡ് എന്തോ? ഓരോ ദിവസവും എല്ലാം കുഴപ്പമില്ല, എല്ലാം കുഴപ്പമില്ല. എല്ലാം കുഴപ്പമില്ലെന്ന് ജീവിച്ചു പോകും. അച്ഛനെ ടിവിയിൽ കാണാറില്ലേ? അച്ഛൻ ആരെങ്കിലും തല്ലുമ്പോ ആർക്കെങ്കിലും നോവുമോ? വിഷമം വരും അച്ഛനെ തല്ലുന്ന? ഇപ്പൊ ആന്റി അച്ഛനോട്ട് ഒറ്റടിച്ചു കൊടുത്താ കുഴപ്പമില്ല. അപ്പൊ കൊച്ചിന് ഇഷ്ടല്ലേ? അതുകൊണ്ട് കൊച്ചിന് കുഴപ്പമില്ല. ഓക്കെ, മോള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഇനി തേർഡില്. മോളോ? സെവൻത്. ഏത് സ്കൂളിലാ? ക്രൈസ്റ്റ് നഗർ. ആ എന്റെ വീടിന്റെ അടുത്താണ്ടോ? തിരുവല്ലത്തോ? ഓ, ഞാൻ വിചാരിച്ചു ഇവിടെ കവടിയാറുള്ളതാന്ന്. അതെ ശരത്ത്, ഈ പാട്ട് മാത്രല്ല, മ്യൂസിക് മാത്രല്ല, ഇയാൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട്. അതെ അതെ അതെ. ഇപ്പൊ ചെയ്യുന്നുണ്ടോ അത്? ഇല്ല, ഞാനിപ്പോ തൽക്കാലത്തേക്ക് സന്തോഷമായിട്ട് പറയുന്നത് അതും ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ കലകൾ ഇയാളുടെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങിയിരിപ്പുണ്ട്. ആക്ച്വലി ഏതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്? ആക്ടിങ് തന്നെയാണ് എനിക്ക് ഇഷ്ടം.
ബേസിക്കലി. പിന്നെ സംഗീതവും. അത് ഇനിയിപ്പോൾ ഏതെങ്കിലും ചെറിയ ഇവള് കുഴപ്പമില്ലാതെ കുറച്ച് പാടും. അപ്പോൾ നമുക്ക് നോക്കാം. പാട്ട് പാടിത്തരണേ. അതെ, കുഞ്ഞുനാള് മുതൽ ഈ കഥകളിയുടെ പാട്ടും കഥകളിയും ഒക്കെ കണ്ടാണ് ശരത് വളർന്നേക്കുന്നത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു. വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു അനുഭവമാണത്. കാരണം ക്ഷേത്രകലയാണ് കഥകളി. അപ്പോൾ അമ്പലങ്ങളിലും പിന്നെ സ്റ്റേജുകളിലുമാണ് കൂടുതലും ഇത് നടക്കാറുള്ളത്, കഥകളി. അപ്പോൾ അങ്ങനെ അച്ഛൻ പാടുന്ന കുറച്ച് വേദികൾ കാണാനും അല്ലാതെ കുറച്ച് കഥകളി കാണാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ശരിക്കും കളി ഭ്രാന്തന്മാരെന്ന് പറയുന്ന നമ്മുടെ കുറേ കസിൻസ് ഉണ്ട്. അവർ കളി ആയിക്കഴിഞ്ഞാൽ, കഥകളി ആയിക്കഴിഞ്ഞാൽ അങ്ങ് പോവും. കാറെടുത്ത് പോയി ഫുൾ നൈറ്റ് കഥകളി കണ്ട് വൈകുന്നേരം 6 മണിക്ക് വിളക്ക് വെച്ച് രാവിലെ ആണ് അണയ്ക്കുന്നത്. അപ്പോൾ അത്രയും ഇരുന്ന് കളി 3 കളി 4 കളിയൊക്കെ കാണുന്നവരുണ്ട് കഥകളി. അപ്പോൾ അത്രയ്ക്കൊന്നും എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിന്ന് കിട്ടിയൊരു ജീവിതാനുഭവം അല്ലെങ്കിൽ സാഹിത്യാനുഭവം, സംഗീതാനുഭവങ്ങളൊക്കെ ഇപ്പോൾ കലാമണ്ഡലം ഹൈദരാലി, അദ്ദേഹം മരിച്ചു, അച്ഛൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അപ്പോൾ ഇവർ കഥകളി കഴിഞ്ഞ് അച്ഛനും ഹൈദരാലി മാമനും വീട്ടിൽ വന്നിട്ട് ഈ നളൻ, ദമയന്തി, ചർച്ചകൾ, അത് ഇങ്ങനെ ഇരേമൻ തമ്പി എങ്ങനെയാണത് എഴുതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് വരുമ്പോൾ നമ്മളത് അറിയാതെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അത് അഭിനയിക്കുമ്പോഴായിരുന്നു അത് എനിക്ക് കൂടുതൽ. ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ വേഷം ചെയ്യുമ്പോഴും എങ്ങനെയായിരിക്കും ഒരു യോഗി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും നടക്കുക, എങ്ങനെ ഇരിക്കുക, അതിനെക്കുറിച്ചൊക്കെയുള്ളൊരു ധാരണ വന്നത് ഈ ഒരു സാഹിത്യ അടിത്തറ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ അടിത്തറ ഉള്ളത് കൊണ്ടായിരിക്കാം. ശരിക്കും അച്ഛൻ ഒരിക്കലും ശരത്തിനോട് പറഞ്ഞിട്ടില്ല കഥകളി പഠിക്കണം എന്നോ അല്ലെങ്കിൽ പാട്ട് പഠിക്കണം? എൻ്റെ ആഗ്രഹമായിരുന്നു കഥകളി പഠിക്കണം എന്നുള്ളത്. അപ്പം ഞാനൊരു 6 മാസം പഠിച്ചു. പിന്നെ അച്ഛൻ വന്ന് പറഞ്ഞു, ഇത് ജീവിത ഉപാധിയായിട്ട് കൊണ്ടു നടക്കാൻ കഥകളി പറ്റുമെന്ന് അറിയില്ല ഇനിയത്തെ കാലത്ത്. അപ്പോൾ നിൻ്റെ ഇഷ്ടത്തിനൊരു ജോലി തിരഞ്ഞെടുക്കുക, അതിനുശേഷം കഥകളി പഠിക്കണമെങ്കിൽ പഠിച്ചോ എന്നുള്ളൊരു ഓപ്ഷൻ എനിക്ക് തന്നിരുന്നു. പക്ഷേ കഥകളി പിന്നീട് എനിക്കത് കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷേ ശരത്തെ, ഇത്രയും നല്ലൊരു അച്ഛൻ്റെ മകനായിട്ട് നമുക്ക് ആ ഒരു ഓർമ്മയിൽ എന്തെങ്കിലും ഒരു ക്ലാസ്സോ സ്കൂളോ എന്തെങ്കിലും ഉണ്ട്? അതായത് നമ്മൾ വർഷാവർഷം അച്ഛൻ്റെ പേരിൽ ഒരു അവാർഡ് പുതിയ കഥകളി വളർന്നു വരുന്ന ഒരു കഥകളി ഗായകന് കൊടുക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ വെച്ചിട്ടാണത്. ശരത്തിന്റെ നല്ലൊരു ക്രിട്ടിസൈസർ ആരാണ്? ഫ്രണ്ട്സ് ആണോ, മഞ്ജു ആണോ, മക്കളാണോ? മഞ്ജു തന്നെയായിരിക്കും. ഉള്ളതുപോലെ അങ്ങ് പറയും. ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. ഡ്രസ്സ് ഇട്ട് വന്നിട്ട് ഞാൻ ഇത് ചേരുവടി, അപ്പൊ തന്നെ നമുക്ക് കിട്ടും. ആ മുഖഭാവത്തു നിന്ന് തന്നെ നമുക്ക് എല്ലാം മനസ്സിലാവും. അത് അപ്പൊ തന്നെ മാറ്റി വയ്ക്കും. പിന്നെ മക്കളോ, കൊച്ചിന് വരുന്ന സന്തോഷം നോക്കിയത് ഏതാണ്ട് അതിലപ്പുറം ഉണ്ടെന്ന് തോന്നുന്നു. മോൾ അങ്ങ് ചിരിക്കുവാ. ഇത് തന്നെ അവള് വിഷ്വലൈസ് ചെയ്തു വീട്ടിലെ കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ വിഷ്വലൈസ്. രണ്ടുപേരും പറയും അതുപോലെ. മക്കളും പറയും അച്ഛൻ ഈ ഷർട്ട് ഇട്ടാ കൊള്ളത്തില്ല, അമ്മ ഈ ഉടുപ്പിടണ്ടെന്നൊക്കെ പറയോ? അച്ഛനാണ് പിള്ളേർ മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. അച്ഛനെ നന്നാക്കിയിട്ടുണ്ട്. അവഞ്ചേഴ്സ് സിനിമ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പത്തെ എല്ലാ പിള്ളേരും അതിന്റെ പുറകെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അയൺ മാൻ. അപ്പൊ ഇവര് പറയാ അയൺ മാൻ അല്ല, അച്ഛൻ വയർമാൻ. അതിനകത്ത് തോർ ഇപ്പൊ കുറച്ച് വയറൊക്കെ ചാടി അങ്ങനെയല്ല, അച്ഛൻ അതാണ്. ഇപ്പൊ അതാണെന്ന് നമ്മള് മക്കള് നല്ലതായിട്ട് പാട്ട് പാടൂല. ആന്റിക്ക് മോക്ക് അറിയാവുന്ന പാട്ട് പാടിത്തരോ? ക്ലാസിക്കലാണ് ഇവള് പഠിക്കുന്നത്. 2 വരി പാടണം. കമലാസനി സുന്ദരി കാമാരേ മനോഹരേ കമലാസനി സുന്ദരി കാമാരേ മനോഹരേ കമലാസനി സുന്ദരി കാമാരേ മനോഹരേ കമലാസനി സുന്ദരി കാമാരേ മനോഹരേ കമലാസനി സുന്ദരി. അസലായിട്ട് പാടിയല്ലോ. മക്കൾക്ക് എന്താ അറിയാം? ഇവള് ഡാൻസ് പഠിച്ചു തുടങ്ങി. ഡാൻസ് പഠിക്കാൻ പറ്റില്ല. മക്കൾക്ക് പാട്ട് പാടാൻ അറിയില്ലേ? ഒന്നും അറിയില്ല. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അറിഞ്ഞൂടെ? അതറിയോ? ട്വിങ്കിളൊക്കെ അറിയാം. അതിന്റെ മലയാളം പാടുന്ന മലയാളം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ട്വിങ്കിൾ ട്വിങ്കിൾ നമ്മള് മലയാളികളാണ് പാട്. കൊച്ചു മറന്നുപോയി. എന്നാ അപ്പനെന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് കേക്കട്ടെ. അല്ല, നമ്മൾ മലയാളത്തിലേക്ക് ആക്കണമല്ലോ. ഇംഗ്ലീഷിൽ നമുക്ക് വിദ്യാഭ്യാസം മാത്രം പോരാ. മിന്നും പൊന്നിൻ താരകളെ എന്തൊരത്ഭുതമാ നിങ്ങൾ, അങ്ങകലെ മാനത്ത്
മുത്തുകൾ പോലെ തിളങ്ങിടും, അതല്ലേ? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർസ് എന്നാണ്. പഠിക്കാൻ മോശമല്ലെങ്കിലും അല്ല മോശമായിരുന്നെങ്കിലും ഇതിന് വലിയ കുഴപ്പമില്ല. അതെ, അതാണ്. ഇപ്പൊ ശരിക്കും കോൺസെൻട്രേഷൻ കംപ്ലീറ്റ്ലി ആക്ട്രസ് ആക്ടിങ്. അതെ, ഇപ്പൊ കുറച്ച് ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെ നമ്മൾ ഈ സ്ക്രിപ്റ്റും ചെയ്യാനല്ല ആഗ്രഹം, നമുക്ക് നമ്മുടെ ഒരു എന്തെങ്കിലും സാഹിത്യ മനസ്സിൽ കിടപ്പുണ്ടോ ഏതെങ്കിലും സ്റ്റോറി? കഥകളുണ്ട്, 3-4 കഥകളുണ്ട്. അതിനെ പതുക്കെ പതുക്കെ വർക്കൗട്ട് ചെയ്യാൻ. മനുഷ്യരെ മാറ്റിമറിക്കുന്ന കഥകളാണ്, മനുഷ്യനെ മനുഷ്യനാക്കുന്ന രീതിയിലുള്ള കഥകൾ. മനുഷ്യനെ മാറ്റിപ്പറിക്കാനൊക്കെ പറഞ്ഞാൽ ഇപ്പൊ പലരും മൃഗങ്ങളായിട്ടാണ് നടക്കുന്നത്. അത് കലിയുഗമായതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം. അതെ, അതുകൊണ്ട് ഇനി മനുഷ്യരെ ആക്കാനുള്ള അങ്ങനത്തെ ചില ചെറിയ ചെറിയ ത്രെഡുകളാണ്. ചെറിയ മെസ്സേജസ് കൊടുക്കാം അല്ലേ? മെസ്സേജസ് കുഞ്ഞു പടമാണോ വലിയ പടമാണോ? കുഞ്ഞു പടം മതി. മക്കളെ അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം കൊടുക്കുന്നില്ല, ഇത് മക്കൾക്ക് തരട്ടെ. ഒരു താല്പര്യമില്ല എനിക്ക് ശരദിനും മഞ്ജുവിനും കൊടുക്കാൻ. കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാ പിന്നെ എന്ത് നല്ല മനസ്സാ നോക്ക്. ശരിക്കും മക്കള് നല്ല ടച്ച് വുഡ് ഇങ്ങനെ തന്നെ വരട്ടെ, ഇത്രയും നല്ല മനസ്സുള്ള മക്കളായിട്ട് തന്നെ വരട്ടെ. നല്ലൊരു എന്താ പറയാ സ്വീറ്റ് ഓമനത്തുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരട്ടെ. ആദ്യം കുഞ്ഞുങ്ങൾക്ക് തരാം, അവർ ബാക്കി തന്നാൽ നിങ്ങൾ കഴിച്ചാൽ മതി. അത് മതി. എന്താണെന്ന് അറിയത്? എന്താണത്? ബറോട്ടയും പനീറും. ഈ ബറോട്ട നമ്മുടെ ദേശീയ പലഹാരം ആവുന്നിടത്തോളം കാലം പിള്ളേർക്ക് ഒരു രക്ഷയില്ല. ഇതല്ലാതെ വേറെ ഒന്നും കുഞ്ഞുങ്ങൾ കഴിക്കൂല. പ്ലേറ്റ് നീട്ടി വെച്ച് കൊടുക്കുക. കൊച്ചിനങ്ങ് ഇഷ്ടമാണ്, കൊച്ചു കഴിക്കട്ടെ. പനീർ ഇവളുടെ ഫേവറേറ്റ് ആണ്, ഇവളുടെ ഫേവറേറ്റ് സാധനമാണ്. എന്നാ കുഞ്ഞുങ്ങൾ കഴിച്ചാ. പക്ഷെ ഇങ്ങനെ കഴിക്കുന്നതിൽ ഒരു സന്തോഷമുണ്ട് കേട്ടോ, സത്യം. മക്കൾക്ക് കൊടുത്ത് മക്കളെ കഴിക്കുന്നത് സന്തോഷമായിട്ട് കണ്ട് രാവിലെയും ഇങ്ങനെ തന്നെയാ. നമ്മൾ സ്കൂളിലേക്ക് വിടുമ്പോ ഇവരാണല്ലോ ആദ്യം കഴിക്കുക. അപ്പൊ ആ പ്ലേറ്റ് അവിടെ കഴുകാതെ വെക്കും. എന്നിട്ട് ഇവള് റെഡിയാവുമ്പോ അതാ എളുപ്പം. പക്ഷെ അതിനകത്ത് ഒരു സന്തോഷമുണ്ട് സരിച്ച്. ശരിക്കും അച്ഛൻ വഴക്ക് പറയോ? എങ്ങനെ? എന്നത്തിനാ പറഞ്ഞാ കേൾക്കാത്തതാണോ? കൊച്ചെന്ത് രസമായിട്ട് പറഞ്ഞ ആന്ന് പറഞ്ഞ ചട്ടമ്പിയാ ചേച്ചിനെ ഉപദ്രവിക്കോ? തല്ലുണ്ടാക്കോ? ഇപ്പൊ മുടിയെ പിടിച്ച് വലിക്കുവോ ചേച്ചിനെ? തിരിച്ച് ചേച്ചി എന്തോ ചെയ്യും? അപ്പൊ തിരിച്ച് മുടിയുടെ അളവ് നോക്കും. രണ്ടുപേരുടെ മുടിയുടെ അളവ് അവര് പരസ്പരം നോക്കിക്കോളും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ താഴുന്നത് മോളായിരിക്കും, ക്ഷമിക്കുന്നത് അല്ലേ? ഇയാളെങ്ങനെ സമ്മതിക്കുന്നത്? വിട്ടുകൊടുക്കല്ലേ കേട്ടോ, ഇനി ചേച്ചി വിട്ടുകൊടുക്കല്ലേ. വിട്ടുകൊടുക്കണം പഠിപ്പിച്ചിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സിന് അങ്ങനെയാണ്. ഓരോ അനിയത്തിമാരുണ്ടാവും, എന്ത് പറഞ്ഞാലും അച്ഛനമ്മക്ക് ഇത് മാത്രം പറയാനുള്ളൂ എന്നാണ്. അങ്ങനെ എങ്ങനെ ഇളയതിനെ സപ്പോർട്ട് ചെയ്യണ്ട. മൂത്തത് നിങ്ങളുടെ കുഞ്ഞാണ്, അവൾ എല്ലാ അടി കൊണ്ടോന്ന് ഇത്ര അതൊന്നുമല്ല. ഇവള് കളറി പഠിക്കുന്നുണ്ട്. ഇവള് വലങ്കാലിൽ വെച്ച് ഒരു ചവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂക്ഷിച്ചോ. ഇനി മുടിയെ പിടിക്കുമ്പോ നമ്മുടെ പയറ്റിറക്കിക്കോണം കേട്ടോ. അത്താ വേണ്ട അല്ലേ? അത് അച്ഛനമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ചെറിയ കുട്ടിയല്ലേ, അവളെ ഒന്നും ചെയ്യണ്ടല്ലേ? കേട്ടോ നീ? ഏറ്റവും ഇഷ്ടമാണ് അനിയത്തിനെ. ഇയാൾക്ക് ചേച്ചി ഇഷ്ടമാണോ? ചിലപ്പോഴോ? ഞാൻ എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോ അയ്യോ എനിക്ക് ഇനിയും കാണണം, പക്ഷെ എത്തുമ്പോ ഇവിടെ ദൂരെ വല്ലതും പോവാണെങ്കിൽ എനിക്ക് കാണണം, നീ എപ്പോഴാ വരിക എന്നൊക്കെ ചോദിക്കും. വന്ന് കഴിഞ്ഞാ ആരെ തല്ലാന്ന് പറഞ്ഞു നിൽക്കും അല്ലേ? എനിവേ ഐ എം സോ ഹാപ്പി. എനിക്ക് ശരത് ഫാമിലി ആയിട്ട് വന്നാൽ ഐ എം സോ ഹാപ്പി. മക്കളെ കാണാൻ പറ്റി, മഞ്ജുവിനെ കാണാൻ പറ്റി. ഈ നിറവുണ്ടല്ലോ, ഈശ്വരനെ അനുഗ്രഹിച്ച് എന്നും എന്നും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. അതാണ് എന്റെയും എൻ്റെ പ്രേക്ഷകരുടെയും എല്ലാവരുടെയും ആഗ്രഹം. അമ്മ എപ്പോഴും കാണുന്നതാ ഏട്ടന്റെ അമ്മ വീട്ടില്. അതെ, പ്രോഗ്രാം. എന്റെ നമസ്തേ. ആ സ്നേഹം എപ്പോഴും ഉണ്ടാവട്ടെ. ഭയങ്കര ഇഷ്ടം. താങ്ക് യു. എനിവേ താങ്ക് യു വെരി മച്ച് ശരത്. ഇതേപോലെ ബിസി ആവട്ടെ. എന്റെ പ്രേക്ഷകർക്ക് ഇഷ്ടം കൂടിയിട്ട് ഇനിയും ഞാൻ വിളിക്കും. അപ്പൊ സന്തോഷമായിട്ട് ഫാമിലി ആയിട്ട് വരിക. അപ്പൊ മക്കളൊക്കെ കുറച്ചുകൂടെ വലുതാവും. അതാ, അപ്പൊ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് കാണാലോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ എത്രയായി എന്നും. എന്തായാലും പിള്ളേർക്ക് എല്ലാവർക്കും നല്ല അനുഗ്രഹം ഈശ്വരൻ തരട്ടെ. ഓക്കെ, താങ്ക് യു.